ആ ഒരു മിനിറ്റിൻ്റെ വില ഉണ്ടല്ലോ, ഒരൊറ്റ മിനിറ്റ്, ആ ഒരു മിനിറ്റിൻ്റെ വില ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 3 ദിവസമാണ്. 3 ദിവസം. കാരണം എന്താ, ആ ഒരു മിനിറ്റിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ. പിന്നെ ഹൗറയിൽ, അതായത് ബീഹാറിൽ തിരിച്ച് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് 2 ആളാണുള്ളത്. പിന്നെ തിരിച്ചിങ്ങോട്ടുള്ള യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ടിക്കറ്റൊക്കെ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു 1-2 വ്യക്തികളായിട്ട് അവിടുത്തെ മൗലാനമാരായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് ഒരു MP കോട്ടയിലെ ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ഹൗറയിൽ നിന്നാണ് ടിക്കറ്റ് ഇങ്ങോട്ട് നാട്ടിലേക്ക്. അപ്പോൾ അവർ എടുത്തു തന്നപ്പോൾ തന്നെ പറഞ്ഞു, ടൈം അവിടുന്ന് എടുക്കണ വണ്ടിയാണ്, അപ്പോൾ ടൈമിന് അവിടെ എത്തണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ യാത്ര ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിന് ഞാനൊരു കുറച്ച് നേരത്തെ ഒരുങ്ങും. അത് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും ഞാൻ ട്രെയിനിനെ നേരത്തെ പറയാനുള്ള കാരണം അതാണ്. അങ്ങനത്തെ ആരെങ്കിലും ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞത്. ഒരു അരമണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നാലും 1 മിനിറ്റ് പോലും നമ്മൾ എന്ത് ചെയ്യരുത്, വൈകരുത് എന്നുള്ളൊരു വാശി ഇതിലുണ്ട്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ, പിന്നെ കൂടെയുള്ള ആളിന് ചെറിയൊരു പ്രോബ്ലം, അദ്ദേഹത്തിൻ്റെ വയറുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നം വന്നു. അപ്പം എന്തായാലും നമുക്ക് എത്തുമല്ലോ, എന്തായാലും നമ്മൾ എത്തും. കുറച്ച് ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 3 കിലോമീറ്റർ ദൂരം, ഒരു 3/4 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഒരുങ്ങി. പക്ഷേ ചെറിയ പ്രയാസം ഉണ്ടായി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മൾ വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ടാക്സി എടുത്ത് തന്നെ തീരുമാനിച്ചു. ടാക്സി എടുത്തപ്പോൾ ടാക്സിക്കാരനോട് വെച്ചപ്പോൾ എത്ര സമയം എത്തൂലെന്ന്. എത്തും, സമയം ഒരു കുഴപ്പമില്ല, കാരണം ഇത്ര അടുത്താണ്, ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ല റോഡും കാര്യമൊക്കെയാണൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെന്താ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കയറാം. ട്രെയിനിലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറി. എന്തായാലും പുള്ളി നമുക്കൊരു കോൺഫിഡൻസ് തന്ന ആളോ, 6 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് എത്തും, അത്ര കുറഞ്ഞ ദൂരമുള്ളൂ. ഞങ്ങളെ മുമ്പിലാണെങ്കിൽ 1/4 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് കയറി. ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ ഉടനെ റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ ബ്ലോക്ക്. അവസാനം പുള്ളി തന്നെ, ഈ ഡ്രൈവറിനെ ആകെ അസ്വസ്ഥനാകുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. കാരണം ഈ കാർ എടുത്താണ്ട് ഇപ്പോൾ ഫ്ലൈയിങ് ഗിയറില്ലല്ലോ, മേലിലൂടെ പറക്കണ ഗിയറൊന്നുമില്ലല്ലോ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ ബാഗേജും കാര്യമൊക്കെ റെഡിയാക്കി വെച്ചോളി, വാടകയൊക്കെ പുള്ളി ആദ്യം വാങ്ങി വെച്ച് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങലും 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ എക്സ്പ്രസ് പുറപ്പെടാൻ നിൽക്കുന്നു എന്നുള്ള അനൗൺസ് പുറത്തേക്ക് കേൾക്കലും, ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ഓടലും, നമ്മുടെ എക്സ്കലേറ്ററിൽ ഞങ്ങൾ കയറി മുകളിലിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങി. ഹൗറയിൽ നിന്നുള്ള വണ്ടി നീങ്ങി. MP കോട്ടയിൽ ബന്ധപ്പെട്ടിട്ട് കിട്ടിയ വണ്ടിയാണ്, ടിക്കറ്റാണ്, വണ്ടി നീങ്ങി. ആ ഒരു മിനിറ്റിൻ്റെ വില ഉണ്ടല്ലോ, ഒരൊറ്റ മിനിറ്റ്, ആ ഒരു മിനിറ്റിൻ്റെ വില ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 3 ദിവസമാണ്. 3 ദിവസം. കാരണം എന്താ, ആ ഒരു മിനിറ്റിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റ് കിട്ടുന്നത്. അഥവാ ഹൗറയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ 2 ദിവസവും ഒരു ഏകദേശം ഒരു 3 ദിവസത്തിൻ്റെ അത്ര ദൂരം നമ്മൾ എന്ത് ചെയ്യണം, യാത്ര ചെയ്യണം. അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ MP കോട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ സാധനം കിട്ടിയത്. പക്ഷെ പിന്നെ നമുക്ക് ആ ഒരു മിനിറ്റ് നമുക്ക് വൈകിയത് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പിന്നത്തെ 3 ദിവസമാണ്. ഈ യാത്രയുടെ 3 ദിവസം മാത്രമല്ല, ഇതേ അനുഭവം പല ആളുകൾക്കും ഉണ്ടാവാം, ഫ്ലൈറ്റ് വൈകിയതും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരമണിക്കൂർ നമ്മൾ മുന്നോട്ടിറങ്ങിയാലും ഇത്തരം യാത്രകൾ, പ്രധാനപ്പെട്ട യാത്രകൾ, ഉംറ മുടങ്ങിയ അല്ലെങ്കിൽ ഉംറക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് കാത്തിരിക്കില്ലല്ലോ അങ്ങനത്തെ ഒരു വിഷയത്തിൽ. അപ്പം യാത്രകളോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളോ ഒക്കെ. ഇനി ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. 1 മിനിറ്റ് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ധൃതി കൂട്ടണം എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി ധൃതി കൂട്ടണ്ടാത്തൊരവസ്ഥ വരാറുണ്ട്. അതെപ്പോഴാണ്? നിങ്ങളെപ്പോലെ ഡ്രൈവിങ് ഒരു അതിൻ്റെ ഒരു ക്രൈസിസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുമുണ്ട്. ഡ്രൈവിങ് ഒരു ജ്വരമാക്കി എടുത്ത ആളുകളുണ്ട്. എത്ര സമയം ഡ്രൈവ് ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും കഴിയില്ല. അപ്പം അങ്ങനത്തെ ചില ആളുകൾ കുറച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, ഉറക്കം വരും. ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് കൂടി അല്ലേ ഉള്ളൂ വീട്ടിലെത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ. ആ ഉറക്കിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അകഞ്ഞ് മാറ്റി കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് നമ്മൾ പോകാൻ നോക്കും.
അത് ശരിക്ക് അവിടെ നമ്മൾ പറയും, അവിടെ ഒരു മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് വണ്ടി റോഡ് സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ടേ പോകാവൂ, അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടേ പോകാവൂ. നേരത്തെ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണ്ട, റെസ്റ്റ് പിന്നെ മൊത്തം വണ്ടിയിലാണ്. ഇതങ്ങനെയല്ല. നമ്മളൊപ്പമുള്ളവർക്കോ അതല്ലെങ്കിൽ ബാക്കി നമ്മുടെ സഹജീവികളായിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നീടൊരു ദുരന്തമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ നമ്മുടെ ഒരു മിനിറ്റിൻ്റെ ധൃതി മതിയാകും. നമ്മൾ കുറച്ച് മുമ്പുള്ളൊരു തലമുറയ്ക്ക് അവർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി കണിശതയുള്ള ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരത്തെ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഒരു അതിൻ്റെ ഒരു കാരണം എന്ത് എന്നുള്ളത് നമ്മളെ ശ്രോതാക്കൾ പറയണം. ഞാൻ പറയാം. യെസ്, എന്താ, അന്ന് അവർക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ വിചാരിച്ച ഉടനെ ഇറങ്ങാനുള്ള അതാണ് വണ്ടിയും സൗകര്യമൊക്കെ ഉണ്ട്. അതാണ് വണ്ടി നല്ല വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് എത്തും എന്നുള്ളൊരു ധാരണ അതെ നമുക്ക് വരികയാണ്. അതുപോലെ തന്നെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബസ് മിസ്സായാൽ എനിക്ക് അടുത്ത ബസ് ഒന്ന് കവർ ചെയ്യാൻ കഴിയണം എന്നൊക്കെയുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും. പക്ഷേ സ്വന്തമായി ബൈക്കോ കാറോ ഒക്കെ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കണ്ടിട്ടാണ് അവർ സാധാരണ അത് പ്ലാൻ ചെയ്യാറുള്ളത്.